നമസ്തേ. 10/8/2025 ഞായറാഴ്ചത്തെ നക്ഷത്രഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത്. മേടം, ഇടവം, തുലാം രാശിക്കാർക്ക് ശുഭകരവും, ചിങ്ങം, കന്നി, ധനു, കുംഭം രാശിക്കാർക്ക് മധ്യമവും, മിഥുനം, വൃശ്ചികം രാശിക്കാർക്ക് ദോഷവും, കർക്കിടകം, മകരം, മീനം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ്. ഇത് ദോഷം എന്നൊക്കെ പറയുമ്പോൾ ഈ ചാരവശാൽ വരുന്ന ഈ ദോഷം, ചാരവശാൽ വന്നാൽ ചന്ദ്രാധിഷ്ഠ രാശിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഈ ദോഷങ്ങൾക്ക് പൂർണ്ണമായും പരിഹാരമുണ്ട് എന്നാണ് നമ്മുടെ ആചാര്യന്മാർ പറയുക. അനുഭവം അതുതന്നെയാണ്. 37 വർഷമായല്ലോ ഇതിൻ്റെ പുറകെയായിട്ട്. അതിൻ്റെ അനുഭവം അതുതന്നെയാണ്. അപ്പോൾ ഞാനീ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിരുത്തിയാൽ പൂർണ്ണമായും പരിഹരിക്കപ്പെടാവുന്നതാണ്. പക്ഷേ പലരും അത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ദോഷങ്ങൾ ഉണ്ടാകുന്നത്. നമുക്ക് ദോഷങ്ങൾ വരാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. സന്തോഷകരമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വന്നാലും നമ്മളത് സന്തോഷത്തോടെ സ്വീകരിക്കുമല്ലോ, അതിന് പ്രശ്നമില്ല. പക്ഷെ ദുഃഖകരമായ കാര്യങ്ങൾ ഉണ്ടായാൽ അത് ആ ദിവസത്തെ മാത്രമല്ല, കുറച്ച് നാളത്തേക്കും കൂടെ നമ്മളെ ബാധിക്കും. സന്തോഷകരം ഒരല്പനിമിഷം നേരത്തേക്ക് സന്തോഷമുണ്ടായതാണെങ്കിൽ പോലും നമുക്ക് സന്തോഷകരമാണ്. പിന്നീട് നീണ്ടു നിൽക്കാതിരിക്കുക അത് പ്രാർത്ഥകമല്ല. പക്ഷെ ദുഃഖമാണെങ്കിൽ ഒരല്പ നേരത്തേക്കുണ്ടായ ദുഃഖം പോലും നമ്മളെ ദിവസങ്ങളോളം നമ്മുടെ പ്രവർത്തനങ്ങളെയും നമ്മുടെ മനസ്സിനെയും ബാധിക്കും. അതിനിടയ്ക്ക് ഉണ്ടാകുന്ന സന്തോഷത്തിൻ്റെ വരെ അളവിനെ, നല്ല സന്തോഷം ഉണ്ടായാൽ പോലും തലേദിവസമൊക്കെ ഉണ്ടായൊരു ദുഃഖം, പ്രയാസത്തെ ഈ പിന്നീടുണ്ടാകുന്ന സന്തോഷത്തിൻ്റെ അളവിനെ വരെ കുറയ്ക്കാനും കാരണമാകും. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. സന്തോഷം വന്നോട്ടെ, നോ പ്രോബ്ലം. പക്ഷെ ദുഃഖങ്ങൾ വരാതിരിക്കണം. അങ്ങനെയാണെങ്കിൽ ദുഃഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം നമുക്ക് വേണം. അതിനാണ് ഈ നക്ഷത്രഫലങ്ങൾ. ബോധപൂർവമായ ശ്രമത്തിനാണ് ഈ നക്ഷത്രഫലങ്ങൾ. ഇതിനകത്ത് ദോഷങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ എടുക്കുകയും അത് വരാതിരിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം നടത്തുകയും ചെയ്യാം. ഉദാഹരണത്തിന്, ജീവിത പങ്കാളിയുമായി കലഹമുണ്ടാകും എന്ന് പറയുമ്പോൾ, ജീവിത പങ്കാളിയുമായി കലഹമുണ്ടാകാനുള്ള സാഹചര്യങ്ങളെ സൃഷ്ടിക്കാതിരിക്കാനുള്ള ബോധപൂർവമായ ശ്രമം നമ്മൾ നടത്തുന്നുവെങ്കിൽ ആ കലഹത്തിൻ്റെ ശക്തിയെങ്കിലും കുറയ്ക്കാൻ കഴിയും. ചെറിയ ഒരു കലഹമായിട്ട് വരേണ്ടത് ഒരു സൗന്ദര്യപ്പിണക്കമായിട്ട് കുറയ്ക്കാൻ നമുക്ക് കഴിയും. അതൊരു കാര്യത്തിൽ. തൊഴിൽ മേഖലയിൽ ഇങ്ങനെ തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ആ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കണം. കൂടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകർ അനുകൂലമല്ലാത്ത ദിവസമാണെന്ന് നമുക്ക് മനസ്സിലായാൽ നമ്മളുടെ കൂടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരുടെ അവരുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കുന്നതിനാവശ്യമായ ബോധപൂർവമായ പ്രവൃത്തികൾ നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം. തൊഴിൽ മേഖലയിൽ അങ്ങനെ തന്നെ. തൊഴിലാളികൾ അനുകൂലമല്ല എന്നാണ് പറയുന്നതെങ്കിൽ, ഒരു സ്ഥാപനം നടത്തുന്ന വ്യക്തിയുടെ തൊഴിലാളികളെന്ന് അനുകൂലമല്ല എന്ന് പറയുകയാണെങ്കിൽ ആ തൊഴിലാളികളുമായി കലഹമുണ്ടാകാതെയും പ്രശ്നങ്ങളും ഉണ്ടാകാതെയും ഇരിക്കാൻ വേണ്ട ക്ഷമയും ആർജവും കാണിക്കണം. അവരെ വഴക്ക് പറയേണ്ടെന്നല്ല, അല്ലെങ്കിൽ അവർ പണിയെടുക്കുന്നില്ലെങ്കിൽ ആ പണി ചെയ്യിക്കേണ്ടെന്നല്ല. പക്ഷേ അതിനൊക്കെ ഒരു രീതിയുണ്ട്. അങ്ങനെ ദേഷ്യപ്പെടാതിരിക്കാനുള്ള ചില ക്ഷമയും ആർജവും കാണിക്കാനായിട്ട് ഇത് അറിഞ്ഞാലല്ലേ നമുക്ക് പറ്റൂ. അങ്ങനെ അറിയുന്നതിന് വേണ്ടിയാണ് ഈ ചന്ദ്രാധിഷ്ഠിതമായ രാശിഫലം ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. ഇത് 100% സത്യസന്ധമാണ് എന്ന ബോധത്തോടു കൂടി തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഇത് കേൾക്കുന്നവർക്കും അതറിയാം. പിന്നെ ജാതക ഫലവുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. ഇത് ശുഭകരമാണെങ്കിൽ, ജാതക ഫലം ദോഷമാണെങ്കിൽ ഗുണദോഷ സമ്മിശ്രമായ ഒരവസ്ഥയായിരിക്കും ജീവിതത്തിൽ ഉണ്ടാവുക. ഇവിടെ ഞാൻ പറയുന്ന കാര്യം ഗുണകരമാകുകയും ജാതകം ദോഷകരമാകുകയുമാണെങ്കിലും ഗുണദോഷ സമ്മിശ്രമായ അവസ്ഥ തന്നെയായിരിക്കും ജീവിതത്തിൽ ഉണ്ടാവുക. ഇതും ദോഷമാണ്, ജാതകവും ദോഷമാണെങ്കിൽ ഒരു സംശയവും വേണ്ട, അന്നത്തെ ദിവസം ഈ ജീവിത വളരെ പ്രതിസന്ധികൾ നിറഞ്ഞതായിരിക്കും. ഒറ്റ ആശ്രയമേ ഉള്ളൂ,
ഭഗവാൻ വിചാരിക്കുക. വേറെ ആരും നമുക്ക് സഹായിക്കാൻ കഴിയില്ല. മറ്റുള്ളവരൊക്കെ സഹായിക്കാൻ ഭഗവാൻ പറഞ്ഞു വിടുന്നതാണെന്ന് ധരിച്ചാൽ മതി നമ്മൾ. അല്ലാണ്ട് എന്നെ അവനാണ് സഹായിച്ചതെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമല്ല. അവനോട് എത്താൻ പറ്റിയാലല്ലേ സഹായിക്കാൻ പറ്റൂ. അവനോട് എത്തിയെങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ്. ഭഗവാൻ അവനെ ഒരു നിമിത്തമായി നമ്മളുടെ അടുത്തേക്ക് വിട്ടു എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത്രയേ ഉള്ളൂ. നമുക്ക് ഒരടി നീങ്ങണമെങ്കിൽ പോലും നമ്മൾ വിചാരിച്ചാൽ പറ്റിയെന്ന് വരില്ല. നമ്മളുടെ ആഗ്രഹം പോലെ നമുക്ക് പറ്റില്ല. കാരണം നമ്മളിവിടെ നിന്ന് അനങ്ങണ വേണ്ടിയെന്ന് പോലും ഭഗവാൻ തീരുമാനിക്കും. ഒന്ന് ശ്വാസം അകത്തേക്ക് നന്നായി വലിച്ചെടുത്തിട്ട് അതൊന്ന് പുറത്തേക്ക് പോകാൻ ചിലപ്പോൾ നമുക്ക് അവസരം കിട്ടിയെന്ന് വരില്ല. അങ്ങനെയുള്ള നമ്മളാണ് ഈ കലഹവും വഴക്കും ഉണ്ടാക്കുന്നത്. കലഹമുണ്ടാക്കിക്കോളൂ കേട്ടോ, പക്ഷേ അത് നീണ്ടു നിൽക്കുന്ന കലഹാവരുത്. വളരെ കുറച്ച് നേരത്തേക്ക് നിൽക്കുന്ന കലഹാവും. ചേട്ടൻ അനിയന്മാരൊക്കെ ആയിട്ട് വഴക്കുണ്ടാവും, ഭാര്യയും ഭർത്താവും വഴക്കുണ്ടാവും, അമ്മയും മകനും വഴക്കുണ്ടാവും. പക്ഷെ അതൊക്കെ വളരെ കുറച്ച് നേരത്തേക്കേ ആകാവൂ, ഒരുപാട് നേരത്തേക്ക് ആവരുത്. കാരണം ആ വഴക്ക് മാറ്റാൻ നമുക്ക് ചിലപ്പോൾ സമയം ഭഗവാൻ തന്നു എന്ന് വരില്ല. പിന്നെ നമ്മൾ പരിഭവിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ എത്രയും നേരത്തെ എല്ലാവരുമായിട്ട് സൗമ്യമായിട്ട് ജീവിക്കാനാണ് ചിന്തിക്കുന്നത്. വളരെ കുറച്ച് കാലം മാത്രം വന്ന് താമസിക്കുന്ന ഒരു അതിഥി ഗ്രഹമാണിത്. ഈ വീട്ടിൽ നമ്മൾ വളരെ കുറച്ച് നാളെ താമസിക്കുന്നുള്ളൂ. ഇവിടെ നിന്ന് നമുക്ക് പോയേ പറ്റൂ. നമ്മൾ പോകില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചാലും പോകേണ്ട സമയത്ത് നമ്മൾ പോകും. അപ്പോൾ ആരുമായിട്ട് വഴക്കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക, ആരുമായിട്ട് പിണങ്ങാതിരിക്കാനും ശ്രദ്ധിക്കുക. നമ്മുടെ മനസ്സിൽ ആരോടും വിരോധം ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവരുടെ മനസ്സിൽ നമ്മളോട് വിരോധം ഉണ്ടോ എന്നുള്ളത് അത് അവരല്ലേ തീരുമാനിക്കുക, നമ്മളല്ലല്ലോ. നമുക്ക് അവരോട് വിരോധം ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കുക. ആവശ്യമില്ലാത്ത മറ്റുള്ള കാര്യങ്ങൾ ഇടപെടാതിരിക്കുകയൊക്കെ ചെയ്താൽ ഒരു പരിധി വരെ നമുക്ക് ഈശ്വരാധീനം ഉണ്ടായി മുന്നോട്ട് പോകും. അപ്പോൾ ഈ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. ഇതിൻ്റെ ഈ കാര്യങ്ങളുടെ ശ്രദ്ധയോടുകൂടി ഇത് കേൾക്കുകയും ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്താൽ ജീവിതം സുഖകരമാകുക തന്നെ ചെയ്യും. ഒരു 80% നിങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തിയ അവസ്ഥയിൽ കൊണ്ടുവരാൻ സഹായിക്കും. നമുക്ക് വിശദമായ ഫലത്തിലേക്ക് വരാം. മേടക്കൂറുകാരുടെ ഫലം. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടക്കൂർ. 7.5 ശനിയാണ്, 5 കേതുവാണ്, 3 വ്യാഴമൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ളൊരു കാലഘട്ടമാണെങ്കിലും ഈ ദിവസം അവർക്ക് ശുഭകരമാണ്, ശുഭപ്രദമാണ്. ആരോഗ്യകാര്യത്തിൽ ഒരു ചെറിയ ശ്രദ്ധയൊക്കെ ആവശ്യമാണെന്നൊഴികെ പൊതുവെ മേന്മയുള്ളതാണ്. ആത്മവിശ്വാസത്തോടുകൂടി എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്യാൻ കഴിയും. ചെയ്യേണ്ടതുപോലെ ചെയ്യാനായിട്ട് കഴിയും. മനസ്സ് വേണ്ട രീതിയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കും. ബുദ്ധിയും അനുകൂലമായിരിക്കും. മാതൃസ്ഥാനീയരിൽ നിന്നും പൊതുവെ അനുകൂലമായൊരു സമീപനം ഉണ്ടാകും. പക്ഷെ പിതൃസ്ഥാനീയർ പ്രതികൂലാവസ്ഥയിലായിരിക്കും. അവരെ കൊണ്ട് ദോഷമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. അതേപോലെ സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കും. ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയും. ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ പൊതുവെ അനുകൂലമാണ്. വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. ശത്രുക്കളായിട്ട് നിൽക്കുന്ന ആളുകളെ മിത്രങ്ങളാക്കാനായിട്ട് ഈ ദിവസത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താം. അത് കഴിയുമെങ്കിൽ അതിന് ശ്രമിക്കാം. പക്ഷേ വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ടും ശത്രുദോഷമൊക്കെ കുറയുന്ന ഒരു ദിവസമാണെന്നുള്ളത് കൊണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ആലോചിക്കാം. പൊതുവെ ധനപരമായ ചില നഷ്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ജീവിത പങ്കാളി അനുകൂലമായിരിക്കും. വാഹന സംബന്ധമായ ചില നേട്ടങ്ങളെയൊക്കെ പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ അനുകൂലാവസ്ഥയെ പ്രതീക്ഷിക്കാം. തൊഴിൽ രംഗത്ത് അത്ര മേന്മയൊന്നും ഉണ്ടാകില്ല. തൊഴിലാളികളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് ഇത്. കുറേ കാലഘട്ടം അങ്ങനെയാണ് എങ്കിൽ ഈ ദിവസവും അങ്ങനെയാണ്. നമ്മുടെ ചില ഫലങ്ങൾ വരുന്നത് ഒരു കാലഘട്ടത്തേക്കാണല്ലോ, കുറേ കാലത്തേക്കാണല്ലോ ബുദ്ധിമുട്ട്. ഒരു പ്രയാസം ഉണ്ടായാൽ ഒറ്റ ദിവസം കൊണ്ട് ആ പ്രയാസം മാറില്ല. സാമ്പത്തിക ബുദ്ധിമുട്ട് ഒറ്റ ദിവസം കൊണ്ട് മാറില്ല. അതൊക്കെ ഒരു കാലഘട്ടം വരെ നിൽക്കും. എങ്കിലും ആ കാലഘട്ടത്തിനിടയ്ക്കും നമുക്ക് ഈ ദിവസം അനുകൂലമാക്കാം എന്നറിയുമ്പോൾ അത് അനുകൂലമാക്കാനായിട്ട് നമുക്ക് കഴിയും. അങ്ങനെ അനുകൂലമാക്കിയെടുക്കാനുള്ള ശ്രമമാണ് നമ്മുടെ ഭാഗത്തുണ്ടാവേണ്ടത്, പ്രവൃത്തിയാണ് ഉണ്ടാകേണ്ടത്. അങ്ങനെ ഉണ്ടായാൽ മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് ശുഭകരമായ ഒരു ദിവസം തന്നെ ആയിരിക്കും. ഇനി ഇടവം.
കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. 10-ൽ രാഹു സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ്. രാഹു ശരിക്കും ശനിയെപ്പോലെ തന്നെ ഫലം ചെയ്യുന്നതാണ്. ജാതകത്തിൽ ദോഷകരമായ സ്ഥാനത്താണെങ്കിൽ 10-ൽ നിൽക്കുന്ന രാഹു നല്ല ദോഷം ചെയ്യും. അത് തൊഴിൽ മേഖലയിൽ നല്ല ദോഷം ചെയ്യും. ജാതകത്തിൽ തൊഴിൽ മേഖലയും കൂടെ അനുകൂലം അല്ലെങ്കിൽ വളരെ ദോഷം ചെയ്യും. അപ്പോൾ ജാതകം ഇപ്പോൾ പൊതുവെ ഇവർക്ക് ഇടവക്കൂറുകാർക്ക് ഗുണകരമായ സമയമാണ് ചന്ദ്രാധിഷ്ഠിതമായി നോക്കുമ്പോൾ. പൊതുവെ ആരോഗ്യ കാര്യങ്ങളിലൊക്കെ മേന്മയുണ്ടാകേണ്ട സമയമാണ്. ആത്മവിശ്വാസത്തോടു കൂടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഈ ദിവസം കഴിയും. അലസതയൊന്നും ഉണ്ടാവില്ല. മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും. മാതൃപിതൃസ്ഥാനീയരും ഗുരുക്കന്മാരും ഒക്കെ അനുകൂലമായിരിക്കുന്ന ഒരു സമയമാണ്. അഭിപ്രായ സ്ഥിരതയോട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. ചെറിയ ശത്രുദോഷമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. കടബാധ്യത വർദ്ധിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപകടങ്ങൾ, മുറിവുകൾ, ചതവുകൾ ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഒന്ന് കരുതിയിരിക്കുക. വലിയ പ്രശ്നങ്ങളൊന്നുമായിട്ടല്ല പറയുന്നത്, എങ്കിലും പൊതുവെ അതൊക്കെ ഒന്ന് കരുതിയിരിക്കുക. വാക്കുകളെ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കണം. കാര്യം ശുഭകരമായ ദിവസമാണ്. പക്ഷെ നമ്മളത് ശുഭകരമാക്കില്ല എന്ന് തീരുമാനിച്ചാൽ വല്ല രക്ഷയുണ്ടോ? ഒന്നുമില്ല. അതുകൊണ്ട് അത് ശുഭകരமான ദിവസമാണ്. അതിനെ കൂടുതൽ ശുഭകരമാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ വാക്കുകൾ അത്ര അനുകൂലമായി വരാതിരിക്കുന്ന ഒരു ദിവസമാണ്, കാര്യം ശുഭകരമാണെങ്കിലും. അപ്പോൾ വാക്കുകൾ അനുകൂലമായി പ്രയോഗിക്കാൻ വളരെ ശ്രദ്ധയോടെ പ്രയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വാക്കുകൾ അത്ര അനുകൂലമല്ല. അതുമൂലം ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാവും. ജീവിത പങ്കാളിയും മക്കളും ഒക്കെ അനുകൂലമായിരിക്കും. അതുകൊണ്ട് തന്നെ കുടുംബത്തിലൊരു സ്വസ്ഥയും സമാധാനവും ഒക്കെ ഈ സമയത്ത് ഉണ്ടാകും. തൊഴിൽ രംഗത്തും നേട്ടങ്ങൾ ഉണ്ടാകും. പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനോ പുതിയ തൊഴിലവസരങ്ങൾ നേടുവാനോ വികസന പ്രവർത്തനങ്ങൾ തൊഴിൽ മേഖലയിൽ നടത്തുവാനുമൊക്കെ അനുകൂലമായ സമയമാണ്. പുതിയ കൂട്ടു സംരംഭങ്ങൾ പോലുള്ളതോ അല്ലെങ്കിൽ പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങുകയൊക്കെ ചെയ്യാനും ഇടവക്കൂറുകാർക്ക് ജാതകം കൂടെ അനുകൂലമാണെങ്കിൽ പൊതുവെ മേന്മയേറിയ ദിവസം തന്നെ ആണ്. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ ഇടവക്കൂറുകാർ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടെയാണ് ഇത്. ഇനി മിഥുനം. മിഥുനക്കൂറുകാർക്ക് ദോഷകരമായ ദിവസമാണ്. മിഥുനക്കൂറുകാർക്ക് ദോഷകരമായ ഒരു ദിവസമാണ്. മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. 10-ൽ ശനി, ജന്മവ്യാഴം, രാഹു 9-ലൊക്കെ സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. കാലഘട്ടം അനുകൂലമല്ല. അതോടൊപ്പം തന്നെ ഈ ദിവസവും അത്ര അനുകൂലം അല്ല. ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ വേണം. അലസമായി ഒന്നും ചെയ്യാതിരിക്കണം. അലസതയൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. ഉദര രോഗങ്ങളെ സംബന്ധിച്ച് ഉള്ളവർക്ക് പ്രയാസം ഉണ്ടാകും. പിത്തരോഗമുള്ളവർക്ക് പ്രയാസം ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതേപോലെ വാതരോഗങ്ങളുള്ളവരും ശ്രദ്ധിക്കണം. ശരീരവേദനയൊക്കെയുള്ള മിഥുനക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. മനസ്സും ബുദ്ധിയും ഒന്നും അനുകൂലമാവില്ല. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമല്ല. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചാൽ അത് ചെയ്യാനും കഴിയില്ല. ആസ്തമ, മാനസികമായ അസ്വസ്ഥത, ഗർഭാശയ രോഗങ്ങളൊക്കെ ഉള്ളവരും ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ചില ദോഷങ്ങളുണ്ടാകും. ഭൂമി സംബന്ധമായോ മറ്റോ ഉള്ള പ്രശ്നങ്ങളും മൂലമൊക്കെ വേണ്ടപ്പെട്ടവരുമായി അഭിപ്രായ വ്യത്യാസവും കലഹവും ഉണ്ടാകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട്. ചെറിയ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ്, ഒരു ദിവസം ആണിത്. അതുകൊണ്ടത് ശ്രദ്ധിക്കുക. ഇത് അപകടം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുക എന്നല്ല കേട്ടോ.
നമ്മൾ അപകടം ഉണ്ടാകാതിരിക്കാൻ വാഹനമൊക്കെ നമ്മൾ സ്വന്തം ഓടിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ അപകടകരമായ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ വളരെ ശ്രദ്ധയോടെ ചെയ്യണമെന്നേ ഉള്ളൂ. ബാക്കി നമ്മൾ ആലോചിക്കേണ്ട, ബാക്കിയൊക്കെ ഭഗവാൻ വിടുക. നമ്മളുടെ കുഴപ്പം കൊണ്ട് ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളെ ഒഴിവാക്കാനാണ് ഈ നക്ഷത്രഫലം. അതാണ് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ നമ്മളുടെ കുഴപ്പം കൊണ്ട് അത് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതിനാണ് ഭഗവാൻ നമുക്ക് ബുദ്ധി തന്നിട്ടുള്ളത്. മറ്റ് ജീവജാലങ്ങൾക്കൊന്നുമില്ലാത്ത വിശേഷതയാണ് ബുദ്ധി എന്നുള്ളത്. അത് മനുഷ്യന് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഞാൻ പകുതി പണിയേ ചെയ്യുള്ളൂ, പകുതി പണി നിൻ്റെ ബുദ്ധി കൊണ്ട് നീ ചെയ്തു കൊള്ളണം എന്നാണ് ഭഗവാൻ നമ്മളോട് പറഞ്ഞേക്കണേ. അത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ബുദ്ധി കൊണ്ട് പ്രവർത്തിച്ചില്ലെങ്കിൽ പുള്ളി ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ നമ്മുടെ ബുദ്ധിയും അതിനകത്ത് വേണം. അപ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. വാക്കുകൾ വളരെ അനുകൂലമായി വരും. നല്ല വാക്കുകളൊക്കെ പറയാൻ കഴിയും. അതുപോലെ ജീവിത പങ്കാളി അനുകൂലമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അനുകൂലമാണ്. മുൻകോപത്തെ ഒന്ന് നിയന്ത്രിച്ചാൽ നന്നായിരിക്കും ഈ സമയം. ധനപരമായ കാര്യങ്ങളിൽ ചെറിയ നഷ്ടമൊക്കെ ഉണ്ടാകും. അത് അശ്രദ്ധ മൂലമാണ് കൂടുതൽ നഷ്ടം ഉണ്ടാകാൻ സാധ്യതയുള്ളത്. അല്ലെങ്കിൽ അത്ര വലിയ നഷ്ടം ശ്രദ്ധ കുറവാണ്. തൊഴിൽ മേഖലയിലും അത്ര മേന്മയല്ല. തൊഴിലാളികളിൽ നിന്ന്, മേലുദ്യോഗസ്ഥരിൽ നിന്നുമൊക്കെ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. അത് ശ്രദ്ധിക്കുക. ഇനി കർക്കിടകം, കഠിന ദോഷമാണ്. 12 വ്യാഴവും 8 രാഹുവും 9 ശനിയും 2 കേതുവും ഒക്കെ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം കൂടെയാണ്. പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യമാണ് കർക്കിടക്കൂറ്. കുറച്ച് കാലത്തേക്ക് അനുകൂലമല്ല എന്ന് തോന്നുന്നു. ഈ ദിവസം ഒട്ടും അനുകൂലമല്ല. വളരെ ശ്രദ്ധ വേണം. ഒരു ആത്മവിശ്വാസക്കുറവ് പൊതുവെ അനുഭവപ്പെടുന്ന ഒരു ദിവസമായിരിക്കും. അലസത ഉണ്ടാവും. അതൊക്കെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. ആരോഗ്യ കാര്യങ്ങളിലും പ്രത്യേകം ഒരു ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് നേത്രരോഗമുള്ളവർക്ക് പൊതുവെ ഒരു പ്രതിരോധശക്തി കുറവ് ഉണ്ടാകും. ആരോഗ്യപരമായി ഒരു ക്ഷയം അനുഭവപ്പെടുന്ന ദിവസമാണ്. ക്ഷയം എന്ന് പറഞ്ഞാൽ ക്ഷീണം എന്നാണ് ഉദ്ദേശിച്ച അർത്ഥം. മനസ്സ്, ബുദ്ധിയൊന്നും അങ്ങനെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. മാതൃപിതൃസ്ഥാനീയരും ഒന്നും അനുകൂലമായിരിക്കില്ല. വേണ്ടപ്പെട്ടവർ പൊതുവെ അത്ര മേന്മയുണ്ടെന്ന് പറയാൻ കഴിയില്ല കർക്കിടക്കാരെ സംബന്ധിച്ചിടത്തോളം. അലർജി സംബന്ധമായ രോഗങ്ങൾ, വൃക്കരോഗം, മനോരോഗം ഇങ്ങനെയൊക്കെയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയർ പൊതുവെ അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയുകയും ചെയ്യും. ഇതാണ് ഞാൻ പറഞ്ഞത്. കഠിന ദോഷമാണെങ്കിൽ പോലും ചില ഗുണങ്ങളൊക്കെ പറയുന്നുണ്ട്. എല്ലാത്തിനും കഠിന ദോഷമെന്നും പറഞ്ഞ് അങ്ങനെ ദോഷങ്ങൾ മാത്രമല്ല, കഠിന ദോഷത്തിൽ ഗുണമുണ്ടാവും. ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാലും അതിനകത്തും ചെറിയ ദോഷങ്ങളുണ്ടാവും. ദോഷങ്ങൾ പ്രധാനമായിട്ട് ഞാൻ പറയാൻ ശ്രമിക്കാറുണ്ട്, ഗുണങ്ങളെ അത്ര ഗൗരിച്ചില്ലെങ്കിലും. കാരണം ഗുണം വന്നാലും കുഴപ്പമില്ല, ദോഷം വരാതിരിക്കണം എന്നുള്ളത് കൊണ്ട്. അതുകൊണ്ടത് ശ്രദ്ധിക്കുക. ഇവിടെ സഹോദര സ്ഥാനയിൽ നിന്നുള്ള ഗുണങ്ങൾ, ശത്രുദോഷം അല്പം കുറയുന്ന സമയം, കടബാധ്യതയൊക്കെ ശ്രദ്ധിച്ചാൽ കുറച്ചു കൊണ്ടുവരാൻ കഴിയുന്ന സമയം, ഇങ്ങനെയുള്ള ചില മേന്മകളും ഇവിടെയുണ്ട്. ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അത്ര അനുകൂലമല്ല. വാക്കുകളെ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കണം. വാക്കുകൾ മൂലം ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. ധനപരമായ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ ആവശ്യമാണ്. ജീവിത പങ്കാളി അനുകൂലമാണ്. തൊഴിൽ മേഖലയിൽ സഹപ്രവർത്തകരും തൊഴിലാളികളും ഒന്നും അനുകൂലമായിരിക്കില്ല. മേലുദ്യോഗസ്ഥരിൽ നിന്നും മനസ്സിൽ അനുകൂലമല്ലാത്ത ചില സമീപനങ്ങളൊക്കെ ഉണ്ടാവാം. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. ചിങ്ങം, മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം 8 ശനിയും ജന്മകേതുവുമൊക്കെയാണ്. എങ്കിലും ചിങ്ങക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. ദോഷങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും ചിങ്ങക്കൂറുകാർക്ക് ഈ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്. ഗുണങ്ങളുണ്ടാവും. ആരോഗ്യകാര്യത്തിൽ ചെറിയ മേന്മയൊക്കെ അനുഭവപ്പെടും. എന്നാൽ പിതൃസ്ഥാനീയരുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ ഒന്ന് ശ്രദ്ധിക്കുക. ഒരാത്മവിശ്വാസക്കുറവും അലസതയും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിച്ചാൽ അതൊക്കെ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. നേത്രരോഗങ്ങളുള്ള ചിങ്ങക്കൂറുകാരും പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ജാതകത്തിലെ ആദ്യത്തിനൊക്കെ അനുകൂല സ്ഥാനത്തല്ലെങ്കിൽ, 2ാം ഭാവം അനുകൂല സ്ഥാനത്തല്ലെങ്കിൽ, ഭാവാധിപൻ അനുകൂല സ്ഥാനത്തൊക്കെ അല്ലെങ്കിൽ ഈ വക ദോഷങ്ങളൊക്കെ ഉണ്ടാകുന്ന കാലഘട്ടം കൂടെയാണ്. അപ്പോൾ ഈ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കുക. മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമാണ്.
മാതൃസ്ഥാനീയർ അനുകൂലമാണ്. അഭിപ്രായ സ്ഥിരതയിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ടൊക്കെ കഴിയും. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത ഉണ്ടാകാനുള്ള ദിവസമുണ്ട്. മറ്റുള്ളവരുമായി കലഹമുണ്ടാകാം. മുൻകോപവും ഉണ്ടാകാം. മുൻകോപം മൂലം ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളൊക്കെ പറയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം വാക്കുകൾ അനുകൂലമായ സ്ഥലത്തല്ല പ്രയോഗിക്കപ്പെടുക. വാക്കുകളെ വളരെയധികം നിയന്ത്രിക്കണം. കഴിയുമെങ്കിൽ കാര്യമായ ബഹളമൊക്കെ ഉണ്ടാക്കുന്നിടത്ത് അല്ലെങ്കിൽ അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളെ കാണുന്നിടത്ത് സംസാരിക്കാൻ പോകാതെ മാറിപ്പോകാനായിട്ട് ചിങ്ങക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ദിവസമാണ്. മക്കളും ജീവിത പങ്കാളിയുമൊക്കെ അനുകൂലമാണ്. കുടുംബത്തിലൊരു സ്വസ്ഥത ഉണ്ടാവും. പൊതുവെ ഒരു ദൈവാധീനമൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. വളരെ ശ്രദ്ധിച്ചാൽ അതൊക്കെ ഉണ്ടാക്കിയെടുക്കാനും കഴിയുന്ന ദിവസമാണ്. തൊഴിൽ മേഖലയിലെ മേലുദ്യോഗസ്ഥരും തൊഴിലാളികളും അത്ര അനുകൂലമായിരിക്കില്ല. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. അനുചിതമായ സുഹൃബന്ധങ്ങളെ ഉണ്ടാക്കാതിരിക്കാൻ ഈ ദിവസം ശ്രദ്ധിക്കണം. അതിനുള്ള സാഹചര്യമുള്ളതാണ്. അതിനെ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യരുത്. ഇനി കന്നിക്കൂറ്. ഉത്തരം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. കന്നിക്കൂറുകാർക്കും ഗുണദോഷ സമ്മിശ്രമായ ദിവസമാണ്. കന്നിക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ദിവസമാണ്. 7 ശനിയും 10 വ്യാഴവും 12 കേതുവൊക്കെ ആണെങ്കിലും ഗുണവും ദോഷമൊക്കെ പൊതുവെ സമ്മിശ്രമാണ്. അപ്പം നന്നായിട്ട് ശ്രമിച്ച ജാതകാനുകൂലം കൂടെ ഉണ്ടെങ്കിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാം. പൊതുവെ മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമാണ്. അഭിപ്രായ സ്ഥിരതയിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. ആത്മവിശ്വാസത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അമിത ആത്മവിശ്വാസം ഉണ്ടാകാതിരുന്നാൽ നന്നായിരിക്കും. എങ്കിലും കുഴപ്പമൊന്നുമില്ല. ആത്മവിശ്വാസത്തോടെ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാം. അഭിപ്രായ സ്ഥിരതയോട് കാര്യങ്ങൾ ചെയ്യാം. വേണ്ടതുപോലെ ചെയ്യാൻ കഴിയുന്ന ഒരു കാലഘട്ടവും സമയമാണ്. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം കൊണ്ട് ചില നഷ്ടങ്ങൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ഈ ദിവസം വലിയ ദോഷമില്ലാതെ പോകാം. വേണ്ടപ്പെട്ടവരുമായി കലഹമുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും. എന്നാൽ ദൈവാധീനം ഒരല്പം കുറവ് അനുഭവപ്പെടുന്ന ദിവസമാണ്. അത് ശ്രദ്ധിക്കുക. കുടുംബത്തിലാണെങ്കിലും കുറച്ച് നാളത്തേക്ക് ഒരു സ്വസ്ഥത കുറയും. അപ്പോൾ ഈ ദിവസവും കുടുംബസ്വസ്ഥത കുറയുന്ന ദിവസമാണ്. മക്കളും ജീവിത പങ്കാളിയും ഒക്കെ ആയിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. തൊഴിൽ മേഖലയിലും മനസ്സിന് സുഖകരമായ ഒരു അവസ്ഥയല്ല. തൊഴിലാളികൾ അനുകൂലമായിരിക്കില്ല. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. തുലാം രാശി. തുലാം രാശിക്ക് ശുഭകരമായ ദിവസമാണ്. ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. തുലാം രാശിക്ക് പൊതുവെ അനുകൂലമായ ഒരു ദിവസമാണ്. അലസതയൊന്നുമില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. ആത്മാർത്ഥതയോടുകൂടി കാര്യങ്ങളെ ചെയ്യാനായിട്ട് കഴിയും. എന്നാൽ മനസ്സ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അസ്വസ്ഥമാകാനുള്ള ഒരു സാധ്യതയുണ്ട്. മറ്റാർക്കും സഹായിക്കാൻ കഴിയാത്ത കാര്യമാണ് മനസ്സിനെ സ്വസ്ഥമാക്കുക എന്നുള്ള കാര്യം. മറ്റുള്ളവർ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും നമ്മുടെ മനസ്സ് സ്വസ്ഥമാകണമെങ്കിൽ നമ്മൾ തന്നെ തീരുമാനിക്കണം. മറ്റാർക്കും അത് സ്വസ്ഥമാക്കാൻ കഴിയില്ല. മറ്റുള്ളവർ നമ്മുടെ സന്തോഷത്തിനായിട്ട് എന്തെങ്കിലും കാണിച്ചാൽ അത് നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്നില്ലെങ്കിലോ, ദേഷ്യമായിട്ടാണ് വരുന്നതെങ്കിലോ നമ്മുടെ മനസ്സിന് സ്വസ്ഥത കിട്ടില്ല. അവർ നമുക്ക് സന്തോഷം ഉണ്ടാകാനായിരിക്കും ചെയ്യുന്നത്. പക്ഷെ നമുക്കത് സന്തോഷം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മളുടെ മനസ്സിൻ്റെ സന്തോഷത്തെയും ദുഃഖത്തെയും നമ്മൾ തന്നെ നിയന്ത്രിക്കണം. അതിന് മറ്റാർക്കും കഴിയില്ല. അതുകൊണ്ട് മനസ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് തുലാം രാശിക്കാർ ശ്രദ്ധിച്ചാൽ ഈ ദിവസം മനോഹരമാക്കാം, സുഖകരാക്കാം. അഭിപ്രായ സ്ഥിരതയോട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയില്ല. ആസ്മ, മാനസികമായ അസ്വസ്ഥത, ഗർഭാശയ രോഗങ്ങൾ, ഗർഭാവസ്ഥയിലുള്ളവർ ഇവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. വൃക്കരോഗമുള്ളവർ. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. ഭൂമി സംബന്ധമായ ചില കാരണങ്ങൾ കൊണ്ട് വേണ്ടപ്പെട്ടവരുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ ശ്രദ്ധിച്ചാൽ അതൊക്കെ കുറയ്ക്കാൻ കഴിയും. കാരണം വാക്കുകളൊക്കെ പൊതുവെ അനുകൂലമാക്കാൻ പറ്റും.
ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. ദൈവാധീനമുള്ള ഒരു ദിവസമാണ്. ജീവിത പങ്കാളി മക്കളുമൊക്കെ അനുകൂലമായിരിക്കും. കുടുംബത്തിലും ഒരു സ്വസ്ഥത കിട്ടും. തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ, പുതിയ വിദ്യാ കാര്യങ്ങൾ, പുതിയ പ്രവർത്തന മേഖലകളൊക്കെ തെളിഞ്ഞു കിട്ടും. വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ കഴിയും. പുതിയ കാര്യങ്ങൾ, പുതിയ തൊഴിൽ മേഖലകളിൽ പ്രവർത്തനം ആരംഭിക്കാനായിട്ട് കഴിയും. അങ്ങനെയുള്ള മേന്മയൊക്കെ തുലാം രാശിക്കാർക്ക് തൊഴിൽ മേഖലയിലുണ്ട്. വൃശ്ചികക്കൂറുകാർക്ക് ദോഷകരമായ ദിവസമാണ്. 4 രാഹു, 5 ശനി, 8 വ്യാഴം, 10 കേതു ഒക്കെ ആണെങ്കിലും ഈ ദിവസം പൊതുവെ നോക്കുമ്പോൾ ദോഷകരമാണ്. എന്നാലും കഠിന ദോഷമൊന്നുമല്ല. കുറച്ച് നാളത്തേക്ക് അത് തന്നെയായിരുന്നല്ലോ അല്ലേ, അത് മാറി ഇപ്പോൾ ദോഷം എന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. പൊതുവെ മനസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. ആരോഗ്യ കാര്യത്തിൽ ഒരു ചെറിയ ശ്രദ്ധ കൊടുക്കുക. അലസതയൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. ആത്മവിശ്വാസത്തെ നിലനിർത്തുക. ഇതൊക്കെ ചെയ്താൽ മതി. അഭിപ്രായസ്ഥിരത ഒരു കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. മനസ്സ് ബുദ്ധി അത്ര അനുകൂലമല്ല. മാതൃസ്ഥാനീയരും പിതൃസ്ഥാനീയരും അത്ര അനുകൂലമായിരിക്കില്ല. സഹോദരസ്ഥാനീയർ അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയും. കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിച്ചാൽ കഴിയും. അതേപോലെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അത്ര അനുകൂലമല്ല. വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ ചില നഷ്ടങ്ങൾ ഉണ്ടാവും. മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. എങ്കിലും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. അതിൻ്റെ മേന്മ ഉണ്ടാകുകയും ചെയ്യും. തൊഴിൽ രംഗത്ത് മേലുദ്യോഗസ്ഥരിൽ നിന്ന്, സഹപ്രവർത്തകരിൽ നിന്ന്, അതേപോലെ തൊഴിലാളികളിൽ നിന്നൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഈ സഹപ്രവർത്തകർ, തൊഴിലാളികൾ എന്നൊക്കെ പറയുമ്പോൾ തൊഴിലാളികളെ വെച്ച് പ്രവർത്തികൾ നടത്തുന്നവർക്കാണ് തൊഴിലാളികൾ തടസ്സം ഉണ്ടാവുക. അല്ലാത്തവർക്ക് അത് സഹപ്രവർത്തകരാണ്. അതേപോലെ മേലുദ്യോഗസ്ഥർ എന്നൊക്കെ പറയുമ്പോൾ തൻ്റെ തൊഴിൽ സ്ഥാപനങ്ങളിലൊക്കെ ഉള്ള ആളുകളെയാണ് ഉദ്ദേശിക്കുന്നതെന്നും മനസ്സിലാക്കുക. ചില ആളുകൾ ചിലത് വിളിച്ച് പറയുന്നത് കൊണ്ട്, വിളിച്ച് ചോദിക്കുന്നതുകൊണ്ടൊക്കെയാണ് ഞാനിങ്ങനെ പറയുന്നത്. ചിലർ കമൻ്റ് ഇടുന്നത് അങ്ങനെയില്ല. കമൻ്റ് വ്യക്തതയുള്ളതാണ് വരുന്നത് വിടുക. ഈ അവ്യക്തമായ കാര്യങ്ങളാണ് ചോദിക്കുക, വിളിക്കുക. അപ്പോൾ അതും കൂടെ ചേർത്താണ് ഞാൻ ഈ ഫലം പറയുന്നതെന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചില വിശദീകരണങ്ങൾ ചില ഭാഗത്തുണ്ടാകുന്നത്. മിക്കവാറും ആ കൂറിൽപ്പെട്ടവരായിരിക്കും അങ്ങനെ സംശയം ചോദിച്ചിട്ടുണ്ടാവുക. ഒരു കൂറിൻ്റെ ഫലം പറയുന്ന സമയത്ത് എന്തെങ്കിലും വിസ്തരിച്ച് പറയുന്നുവെങ്കിൽ ആ കൂറുമായി ബന്ധപ്പെട്ട ആരെങ്കിലും അതുമായി ബന്ധപ്പെട്ട് സംശയം ചോദിച്ചിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ അവർക്കതും തൊഴിലാളികളൊന്നും അനുകൂലമല്ല. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ വൃശ്ചികക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ധനു രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ദിവസമാണ്. 4 ശനിയും 9 കേതു ആണെങ്കിലും ഗുണദോഷ സമ്മിശ്രമായ ദിവസമാണ്. മനസ്സും ബുദ്ധിയൊക്കെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. അഭിപ്രായ സ്ഥിരതയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. എന്നാൽ മാനസികമായ അസ്വസ്ഥതയുള്ളവരെ വളരെ ശ്രദ്ധിക്കേണ്ട ദിവസമാണ്. ഇങ്ങനൊരു മാറ്റം ഇതിനകത്തുണ്ട്. മനസ്സിന് സ്വസ്ഥതയൊക്കെ ഉണ്ടാകേണ്ട ദിവസമാണെങ്കിലും മാനസിക അസ്വസ്ഥതയുള്ളവർ, മാനസിക രോഗമുള്ളവർ പ്രത്യേകം ഈ സമയം ശ്രദ്ധിക്കണം. ആരോഗ്യകാര്യങ്ങൾ ഒരു ശ്രദ്ധ വേണം. ആത്മവിശ്വാസക്കുറവൊക്കെ ഉണ്ടാവും. അലസതയായിരിക്കും പ്രധാനമായിട്ടും ധനുരാശിക്കാർ അനുഭവിക്കുക. എല്ലാ കാര്യങ്ങളും നാളെ എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കും. അത് ഒട്ടും അനുകൂലമല്ല. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. കടബാധ്യത വർദ്ധിക്കും. മറ്റുള്ളവരുമായി കലഹമുണ്ടാകും. അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് വാഹന കാര്യങ്ങളിലൊക്കെ, തൊഴിൽ മേഖലകളിലൊക്കെ അത് അവരവർ ശ്രദ്ധിക്കേണ്ടത് അവരവർ തന്നെ ശ്രദ്ധിക്കണം. മറ്റുള്ളവരെ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് എനിക്ക് അപകടം ഉണ്ടായതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപകട കാര്യങ്ങളെല്ലാം അവരവർ തന്നെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല. വിദ്യാർത്ഥികൾക്കും അനുകൂലമല്ല. ധനപരമായ ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. ജീവിത പങ്കാളിയുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. കുടുംബത്തിൽ സ്വസ്ഥത കുറവുണ്ടാകും. പക്ഷെ മക്കൾ അനുകൂലമായിരിക്കും. തൊഴിൽ മേഖലയിൽ ഒട്ടും അനുകൂലമല്ല, പ്രത്യേകിച്ച് മേലുദ്യോഗസ്ഥരിൽ നിന്ന്. ഇനി മകരക്കൂറ് കഠിന ദോഷമാണ് മകരക്കൂറുകാർക്ക്. ഉത്രാടം അവസാന 3/4 ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. 6 വ്യാഴമാണ്, 8 കേതുവാണ്, 2 രാഹുവാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടും അവരുടെ ആരോഗ്യമാണ് ശ്രദ്ധിക്കേണ്ടത്. അലസതയായിട്ട് മാറിയിരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മനസ്സും ബുദ്ധിയും ഒന്നും അനുകൂലമല്ല. അഭിപ്രായ സ്ഥിരതയോടൊരു കാര്യങ്ങൾ ചെയ്യാനും പറ്റില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ, ആസ്മ, മാനസികമായ അസ്വസ്ഥത, വൃക്കരോഗമൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല.
ശത്രുക്കൾ മൂലമുള്ള ദോഷം, കടബാധ്യത ഉണ്ടാവുക, മറ്റുള്ളവരുമായി കലഹമുണ്ടാകുക, മുൻകോപം മൂലം ചില പ്രശ്നങ്ങൾ ഉണ്ടാവുക, വാക്കുകളെ വളരെ നിയന്ത്രിക്കണം, ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ മനസ്സിന് പ്രയാസകരമായ അവസ്ഥ ഉണ്ടാക്കുക. ഇതൊക്കെ ഈ ദിവസങ്ങളിലും ഈ കാലഘട്ടങ്ങളുടെയും പ്രത്യേകതയാണ്. ഇതൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് ഈ ദിവസം പ്രത്യേകിച്ചും. അതൊക്കെ ശ്രദ്ധിച്ചോളണം. മക്കൾ മൂലം അഭിപ്രായ വ്യത്യാസം, ജീവിത പങ്കാളി മക്കളുമൊക്കെ അനുകൂലമല്ലാതെ വരുന്നതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥത ഇല്ലാതിരിക്കുക, മനസ്സമാധാനം വളരെ കുറയുക, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ ജാതകം അനുകൂലമാണെങ്കിൽ ഇതൊക്കെ മധ്യമാവസ്ഥയിലായിരിക്കും കേട്ടോ. ജാതകം ദോഷമാണെങ്കിൽ ശ്രദ്ധിച്ചോളണം, വളരെ ശ്രദ്ധിക്കണം. കുടുംബത്തിലൊക്കെ സ്വസ്ഥത വളരെ കുറവായിരിക്കും. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. തൊഴിൽ മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടാവും, തൊഴിൽ ഗുണകരമാണ്. പക്ഷേ ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. കുംഭം, അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൊരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. ജന്മരാഹു 2-ൽ ശനി 7-ൽ കേതു ഒക്കെ ആണെങ്കിലും ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണ്. ആരോഗ്യം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നേത്ര രോഗമുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുന്നതായിരിക്കും. പൊതുവെ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കുംഭക്കൂറുകാർക്ക് വേണ്ടതാണ്. മനസ്സിന് സ്വസ്ഥതയും സമാധാനമൊക്കെ ഉണ്ടാവും. അഭിപ്രായ സ്ഥിരത കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. മാതൃപിതൃസ്ഥാനീയരും അനുകൂലമായിരിക്കും. എന്നാൽ സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകും. കടബാധ്യത വർദ്ധിക്കും. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല. വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല. വാക്കുകൾ വളരെ ശ്രദ്ധിക്കണം. എടുത്തുചാട്ടം മൂലം, മുൻകോപം മൂലം ചില നഷ്ടങ്ങൾ വരാം. എങ്കിലും ധനപരമായും മറ്റ് നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന കാലഘട്ടമാണ്. ജീവിത പങ്കാളി മക്കളുമൊക്കെ അനുകൂലമാണ്. കുടുംബത്തിലൊരു സ്വസ്ഥത ഉണ്ടാവും. തൊഴിൽ മേഖലയിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ അനുകൂലമാണ് താനും. പക്ഷേ അശ്രദ്ധ മൂലം തൊഴിൽ മേഖലയിൽ തൊഴിലാളികളുമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, മേലുദ്യോഗസ്ഥരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം. അത് പലതും അശ്രദ്ധ മൂലം ഉണ്ടാകുന്നതാണ്. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരുന്നാൽ ഇരിക്കുക. കുംഭൻ രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണ്. അത് ഗുണകരമാക്കാൻ നന്നായി ശ്രമിക്കുക. മീനം, പുരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. 4 വ്യാഴം, ജന്മശനി, 12 രാഹു ഒക്കെയാണ്. എങ്കിൽ മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കഠിന ദോഷമാണ്. പ്രത്യേകിച്ച് വാതരോഗമുള്ളവർക്ക്, പിത്ത സംബന്ധമായ രോഗമുള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം. ഈ പൊള്ളലൊക്കെ ഏൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പൊള്ളലുമായി ബന്ധപ്പെട്ട ഗ്രഹങ്ങളൊക്കെ യോജിച്ച് നിൽക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് അതൊക്കെ വരാതിരിക്കാൻ മീനക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. മനസ്സ് ബുദ്ധി ഒന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ആയിരിക്കും മനസ്സ് ചെന്ന് പെടുന്നത്. അതൊക്കെ നിയന്ത്രിക്കണം. അഭിപ്രായ സ്ഥിരതയോടുകൂടി ഒരു കാര്യങ്ങളും ചെയ്യാൻ കഴിയില്ല എന്നല്ല, ആവശ്യമില്ലാതെ ദേഷ്യവും കലഹവും ഉണ്ടാക്കി ഒരു സമാധാന അന്തരീക്ഷവും കുടുംബത്തിൽ നശിപ്പിക്കാനായിട്ടുള്ള ശ്രമം ഇവർക്കുണ്ടാവും. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊക്കെ പറയുന്നത് വളരെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. മീനക്കൂറുകാർ കുടുംബാന്തരീക്ഷം അനുകൂലമല്ലാത്ത സ്ഥിതിയിലേക്ക് വരുത്തും എന്ന് പറഞ്ഞാൽ അവരങ്ങനെ വരുത്തുമെന്നല്ല, അവർ പോലും അറിയാതെ ആ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന. അപ്പോൾ അങ്ങനെ ഉണ്ടാകാൻ സാഹചര്യമുണ്ടെന്ന് മീനക്കൂറുകാർക്ക് മനസ്സിലായാൽ അങ്ങനെയുള്ള അന്തരീക്ഷത്തിൽ നിന്ന് അവർക്ക് ഒഴിവായി നിൽക്കാമല്ലോ. മറ്റുള്ളവർക്ക് അറിയില്ലെങ്കിൽ അവർക്ക് ഒഴിവായി നിൽക്കാമല്ലോ. അപ്പോൾ അതിന് ശ്രമിക്കണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല. സഹോദര സ്ഥാനീയരും അനുകൂലമല്ല. കടബാധ്യത മൂലം ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം. മുൻകോപത്തെ നിയന്ത്രിക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല. ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകും. കഫരോഗങ്ങൾ ഉണ്ടാവും. ദൈവാധീനം കുറവുള്ള സമയമാണ്. ക്ഷേത്ര ദർശനമൊക്കെ നടത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ജീവിത പങ്കാളി അനുകൂലമാണ്. തൊഴിൽ മേഖലയിൽ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകും. അത് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്ത് അതൊക്കെ മാറ്റിയെടുത്ത് കൊണ്ടുവരുവാനും കഴിയും. ഇതൊരു പൊതുഫലമാണ്. ഇതിനെ ഒരു പൊതു നിർദ്ദേശമായി സ്വീകരിച്ച് ഗുണകരമാക്കാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ. അമ്മേ ദേവി.